ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗ സീരിയലിൽ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ കാർത്തിക ലക്ഷ്മി അമ്മയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരോ കഥകിൽ മുട്ടാട്ടോ. കാർത്തിക കഥക് തുറക്കാൻ പോകുമ്പോഴേക്കും ലക്ഷ്മി അമ്മ പറയണ്ട, മോളെ പെട്ടെന്ന് വാതിൽ തുറക്കട്ടെ, തുറക്കല്ലേ, ജനലിൽ കൂടി നോക്കിയിട്ട് ആരാണ് നോക്കിയിട്ട് മാത്രം വാതിൽ തുറന്നാൽ മതി എന്ന് പറയാണ്. അപ്പൊ കിരൺ ജനലിപ്പുറത്തുനിന്ന് പറയുന്നുണ്ട്, ലക്ഷ്മി അമ്മേ ഞാനാണ് എന്ന് പറയാണ്. അമ്മേ അത് കിരണാണ് എന്ന് പറഞ്ഞിട്ട് വാതിൽ തുറക്കാണ്. കിരൺ പറയുന്നുണ്ട്, അതെ വാർത്തയൊക്കെ കണ്ടിരുന്നല്ലോ അല്ലെ? കണ്ടിരുന്നു കിരണേ. ഒരാൾ മരിക്കുമ്പോ വേറൊരു ശത്രു നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ കിരൺ മോനെ എന്ന് ലക്ഷ്മി അമ്മ പറയുമ്പോ കിരൺ പറയുന്നുണ്ട്, അത് വേറൊന്നുമല്ല, ഇനി ഒരാളെ ശത്രുവായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അയാളെ പൂർണ്ണമായിട്ട് നീക്കം ചെയ്യണം. ഇതിപ്പോ ഗംഗപ്രസാദ് മരിച്ചു, ഇനി സ്റ്റെഫിയേ ഉള്ളൂ. പിന്നെ സ്റ്റെഫിയുടെ കൂടെ ഇപ്പൊ 2-3 പേര് ജോയിൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും മോന് അത് ഉറപ്പാണ്. അവനിപ്പോ ഗംഗയുടെ ഗുണ്ടകളെയൊക്കെ കണ്ടിട്ടുണ്ടാവും, ഗംഗയുടെ കൂട്ടുകാരെയൊക്കെ കണ്ടിട്ടുണ്ടാവും ഉറപ്പാണല്ലോ. അതുകൊണ്ട് അവരായിട്ടായിരിക്കും അവളിപ്പോ കൂട്ടുകൂടിയിരിക്കുന്നത്. അതെ, ഇനിയിപ്പോ എങ്ങാനും അവിടെ എങ്ങനെ കൊല്ലാൻ അവസരം കിട്ടുകയാണെങ്കിൽ എല്ലാത്തിനും തൂത്തുവാരിയിരിക്കണം. പിന്നെ പുറത്തേക്ക് പോവാണെങ്കിലും അകത്തേക്ക് പോവാണെങ്കിലും ഒക്കെ തന്നെ കയ്യിൽ ആയുധമായിട്ട് വേണം പോകാനായിട്ട്. ഞാനിപ്പോ വന്നത് കാർത്തികടുത്ത് ഒരു കാര്യം പറയാനായിട്ടാണ്. ഇനിയിപ്പോ കുറച്ചു ദിവസമൊന്നും പുറത്തേക്കൊന്നും ഇറങ്ങണ്ട. കിരണെ കല്യാണവും കാര്യങ്ങളൊക്കെ ആയിട്ട് കമ്പനി തുറന്നിട്ട് കുറെ ദിവസമായി, ഇനി തുറക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. ഇന്ന് കമ്പനി തുറക്കാൻ വേണ്ടി പോവാൻ വേണ്ടി നിൽക്കുമായിരുന്നു. അല്ല, ദിലീപിനോട് പറഞ്ഞിരുന്നു? ഇപ്പൊ വിളിച്ചു പറഞ്ഞേ ഉള്ളൂ. ദിലീപേട്ടൻ അവിടുത്തെ കമ്പനി കാര്യങ്ങൾക്ക് കുറച്ച് തിരക്കാണ്. പക്ഷേ അവിടെ അതൊന്ന് തിരക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കമ്പനിയിൽ ജോയിൻ ചെയ്യാന്നാ പറഞ്ഞിരിക്കുന്നത്. എങ്കിലും സൂക്ഷിക്കാൻ പറയണം കാർത്തികെ. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആയുധം എന്തായാലും കയ്യിൽ വെക്കണം. പുറത്തേക്ക് ഇറങ്ങാതിരിക്കണേ നല്ലത് കിരൺ പറയുന്നുണ്ട്. ആ സമയത്ത് കാർത്തിക പറയുന്നുണ്ട്, കിരണെ പുറത്ത് പോവാതിരുന്നിട്ട് കാര്യമില്ല. അകത്ത് വെച്ചിട്ട് എത്ര പ്രാവശ്യം ഗംഗപ്രസാദ് എന്നെ അമ്മേനെയും കൊല്ലാൻ വേണ്ടി വന്നിരിക്കുന്നത്. അവര് കൊല്ലണമെന്ന് വെച്ചാൽ പുറത്താണെന്നോ അകത്താണെന്നോ ഒന്നും നോക്കത്തില്ല കിരണെ എന്ന് പറയണം. കിരൺ പറയുന്നുണ്ട്, എന്തായാലും ശ്രദ്ധിക്കണം, അത് പറയാനായിട്ടാ ഞാൻ വന്നത് എന്ന് പറഞ്ഞിട്ട് കിരൺ അവിടെ നിന്ന് പോവാട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിരൺ നേരെ പോയിരിക്കുന്നത് രൂപയുടെയും ചന്ദ്രസേനന്റെ അടുത്തേക്കാണ്. അവരുടെ അടുത്തേക്ക് പോകുമ്പോഴേക്കും കുഞ്ഞെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഷാരി കേട്ടോ. കുഞ്ഞിനെ കാണുമ്പോഴേക്കും കിരൺ കൺമണി മോളെ കളിച്ചുകൊണ്ടിരിക്കുകയാണോ, നമുക്ക് പുറത്തേക്കൊന്ന് പോയാലോ എന്ന് പറയാണ്. അപ്പൊ കിരണോട് ഷാരി ചോദിക്കണ്ട, കുഞ്ഞിനെ കൊണ്ട് പുറത്ത് പോകാൻ പോവാണോ? എന്റെ കുഞ്ഞുമോള് പുറത്തേക്ക് പോകാൻ പോകണോടാ, മാമന്റെ കൂടെ പുറത്തേക്ക് പോകാൻ പോകണോ, കളിക്കാൻ പോകുവാണോ, പാർക്കിൽ പോകുവാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാട്ടോ. അപ്പോഴേക്കും രൂപയും അതുപോലെ തന്നെ ചന്ദ്രസേനും കൂടി അവിടേക്ക് വരുന്നുണ്ട്. രൂപയുടെ ചന്ദ്രസേനത്ത് കിരൺ പറയണ്ടേ, ഞാൻ മോളെയും കൂട്ടിക്കൊണ്ട് ഒന്ന് പുറത്തേക്കൊന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വരാന്ന് വിചാരിച്ചു വെച്ചാ. അത് നന്നായടാ, മോളെ പുറത്തേക്ക് കൊണ്ടുപോകണം നല്ലതാണ് എന്ന് ചന്ദ്രസേനും പറയാണ്. ഇത് കേൾക്കണ ഷാരി പറയണ്ട്, മോൻ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാനും റെഡി ആയിട്ട് നിന്നാനേലോ, ഞാനും വന്നാനേ എന്ന് പറയുമ്പോഴേക്കും രൂപ പറയണ്ട്, അതിനെന്തിനാ നീ പോണത്? കിരൺ മോനെ മോളെ കൂട്ടിക്കൊണ്ട് കറങ്ങിയിട്ടൊക്കെ തിരിച്ചു വന്നോളോ എന്ന് പറയാണ്. ആ സമയത്ത് കിരൺ പറയണ്ട്, അതെ അച്ഛാ, വെപ്പച്ചന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ലടാ, കല്യാണി മോൾക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? അവക്ക് കുഴപ്പമൊന്നുമില്ല അച്ഛാ. അല്ല, ആ അകത്ത് കിടക്കുന്ന മനോഹറിന്റെ കാര്യം എന്തായടാ എന്ന് ചോദിക്കുകയാണ് ചന്ദ്രസേനൻ. ആ സമയത്ത് കിരൺ പറയണ്ട്, അവനാ എന്താണ് 2 ദിവസം കൂടി സ്റ്റേഷനിൽ ഉണ്ടാവും വെച്ചാ, അതിനുശേഷം കോടതിയിൽ ഹാജരാക്കുമെന്ന സിയെ പറഞ്ഞത്. അപ്പോ ഷാരി പറയുന്നുണ്ട്, ഇനിയിപ്പോ അവന് കുറ്റക്കാരനായിട്ട് കാണാനൊന്നും പറ്റില്ലല്ലോ, നല്ലൊരു കാര്യമല്ല അവൻ ചെയ്തിരിക്കണത്. ഗംഗപ്രസാദ് എല്ലാവർക്കും ഒരു ഭീഷണി ആയിരുന്നില്ലേ, അവനെയല്ലേ മനോഹർ ഇല്ലാതാക്കിയത് എന്ന് പറയുമ്പോഴേക്കും രൂപ പറയുന്നുണ്ട്, അവൻ എത്രയൊക്കെ നല്ല ചെയ്താലും നിന്റെ മകൾ അംഗീകരിക്കില്ലല്ലോ എന്ന് പറയാണ്. അപ്പോ ഷാരി പറയുന്നുണ്ട്, അവൾ എങ്ങനെ അംഗീകരിക്കണ രൂപേ? അവളെ പോലെ എത്ര പെണ്ണുങ്ങളെ അവൻ ഇല്ലാതാക്കിയത്, എന്റെ മോളെ എത്രമാത്രം അവൻ കരയിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴേക്കും രൂപ പറയുന്നുണ്ട്, നിന്റെ മോളെ അത്ര നല്ലവളാണെന്നാണോ നിന്റെ വിചാരം? എത്ര പ്രാവശ്യമാണ് നിന്റെ മോള് കല്യാണി മോളെ കൊല്ലാൻ വേണ്ടി നോക്കിയത്? അപ്പൊ അവളും തെറ്റുകാരി തന്നെയാണ്. അല്ലാതെ മനോഹരനെ കുറ്റപ്പെടുത്തുമ്പോഴേ അവളുടെ മുമ്പ് ചെയ്ത് തെറ്റല്ലാതെ കാണാതെ നിനക്ക് എങ്ങനെ സാധിക്കുന്നു എന്നൊക്കെ രൂപ ചോദിക്കുമ്പോ ഷാരി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പൊ കിരൺ പറയണ്ട, അച്ഛാ ഒന്നും കൂടെ വന്നേ എന്ന് പറഞ്ഞിട്ട് അപ്പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോവാണ് ചന്ദ്രസേനെ. അപ്പൊ ചന്ദ്രസേന ചോദിക്കണ്ട, എന്താടാ എന്ന് ചോദിക്കുകയാണ്. അപ്പുറത്തേക്ക് പോകുമ്പോ, അച്ഛാ ഞാൻ മോളെയും കൂട്ടിക്കൊണ്ടേ മനോഹറിന്റെ അടുത്തേക്ക് പോവാണ്, ജയിലിലേക്ക്, അവനൊന്ന് കാണിക്കാനായിട്ട്. അത് നന്നായടാ, മോളെ കാണിക്കണത് നല്ലതാണ്. ഇപ്പൊ മനോഹറിനോട് നമുക്ക് ആർക്കും ദേഷ്യവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അവൻ പറ്റുന്ന സഹായമൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തേ പറ്റൂ. അച്ഛാ അവനെ മോളെ കാണണമെന്ന ഏറ്റവും വലിയ ആഗ്രഹം, അതുകൊണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് മോളെ കാണിച്ചിട്ട് തിരിച്ചു കൊണ്ടുവരാം. ശരി, നീ പോയിട്ട് കാണിച്ചിട്ട് തിരിച്ചു കൊണ്ടുപോവാ എന്ന് പറയാണ്. അങ്ങനെ കിരൺ മോളെയും കൂട്ടിക്കൊണ്ട് നേരെ പോണത് ജയിലിലേക്കാണ്, കുഞ്ഞിനെ കാണിക്കാനായിട്ട് കേട്ടോ.
അതിനുശേഷം കുഞ്ഞും കൊണ്ട് കിരൺ നേരെ ജയിലിലേക്ക് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന സരയുവിനെയാണ്. സരയു താരയുടെ അടുത്തേക്ക് വരുവാ കേട്ടോ. താരയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് കിരൺ എവിടേക്കാ പോയത് അറിയാവോ എന്ന് ചോദിക്കുകയാണ്. താര പറയണ്ട്, കിരൺ വെറുതെ കറങ്ങാൻ വേണ്ടി പോയതായിരിക്കും കുഞ്ഞായിട്ട് എന്ന് പറയുമ്പോ കല്യാണി നമ്മുടെ സരയു പറയുന്നുണ്ട്, എന്റെ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് പോയത് അവന്റെ അടുത്തേക്കായിരിക്കും, ആ മനോഹരന്റെ അടുത്തേക്ക് പറയാൻ പറ്റില്ല. ഇപ്പോ അവർക്കായിരിക്കും മനോഹരനോട് സിമ്പതി ഉണ്ടാവുമല്ലോ. ആ കല്യാണിക്കും കാർത്തികയ്ക്കും ഏറ്റവും കൂടുതൽ സിമ്പതി അവര് പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും കിരണിനോട് കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് മനോഹരനെ കാണിക്കാനായിട്ട്. ചിലപ്പോ അവരങ്ങനെ പറഞ്ഞ അവൻ അതല്ല അതിനപ്പുറവും ചെയ്യും എന്ന് പറയാണ്. താര പറയണ്ടേ, അങ്ങനെയൊന്നും ആയിരിക്കില്ല എന്ന് ആക്ഷൻ കാണിക്കുമ്പോ പറയാൻ പറ്റില്ല. കിരൺ മിക്കവാറും പോയിക്കണത് ആ മനോഹരന്റെ അടുത്തേക്കായിരിക്കും എന്റെ കുഞ്ഞിനെ കാണിക്കാനായിട്ട്. ഇപ്പൊ കല്യാണി കുത്തുകൊണ്ട് കിടക്കയല്ലേ, അപ്പൊ അവൾക്ക് വയ്യാതെ കിടക്കുന്നതുകൊണ്ട് കിരൺ അവളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചെടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അവള് പറഞ്ഞിട്ടായിരിക്കും കിരണേട്ടാ കുഞ്ഞിനെ കൊണ്ടിട്ട് മനോഹരനൊന്ന് കാണിക്കുന്നത്. അതായിരിക്കും അവൻ മനോഹരന്റെ കാണിക്കാൻ വേണ്ടി കുഞ്ഞിനെ കൊണ്ട് പോയത്. എനിക്ക് നല്ല സംശയമുണ്ട്, അവൻ പോയത് കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ടാണോ മനോഹരനെ കാണാൻ വേണ്ടിയിട്ടാണോ എന്ന് ഞാൻ ഇപ്പൊ തന്നെ ഒന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സരയു അപ്പൊ തന്നെ വേഗം തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുവാട്ടോ ജയിലിലേക്ക് പോകാനായിട്ട്. ആ സമയം കിരൺ ആണെങ്കിൽ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് ജയിലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ മനോഹർ അവിടെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കിരൺ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് അവിടേക്ക് വരുവാട്ടോ. മനോഹറിന് ഭയങ്കര സന്തോഷമാണ്. മനോഹർ ചാടി എഴുന്നേറ്റ് വേഗം തന്നെ കുഞ്ഞിന്റെ അടുത്തേക്ക് പോകുമ്പോഴേക്കും നമ്മുടെ കിരൺ എസ്ഐനോട് ചോദിക്കേണ്ടത്, സാറേ കുഞ്ഞിനെ അവനൊന്ന് എടുത്തോട്ടെ, ഒന്ന് ലോക്കപ്പ് തുറന്നു വിടാവോ? എടോ ശരിക്കും പറഞ്ഞാൽ ലോക്കപ്പ് തുറന്നു വിടാൻ പാടില്ല, പിന്നെ നിങ്ങളുടെയൊക്കെ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് ലോക്കപ്പ് തുറന്നു തരാം എന്ന് പറയണം. അങ്ങനെ എസ് ലോക്കപ്പ് തുറന്നു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് മനോഹർ ആണെന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ എടുത്തിട്ട് ഇങ്ങനെ കൊഞ്ചിച്ചോണ്ടിരിക്കുകയാണ്, കുറെ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോ കിരൺ പറയുന്നുണ്ട്, എടാ ഞാൻ കുഞ്ഞിനെ കൊണ്ടുവരുന്നു നീ വിചാരിച്ചില്ലല്ലേ? സത്യമായിട്ട് വിചാരിച്ചില്ല സാറേ, ഞാൻ പറഞ്ഞിരുന്നു സാറിനോട്, പക്ഷെ സാറിന് അത് പറ്റുമെന്ന് അറിയില്ലല്ലോ, കാരണം സരയു ഏതു നേരം അവിടെ ഉണ്ടാവാറുണ്ടല്ലോ. നീ ഒരു കാര്യം ചെയ്, അല്ലാതെ കണ്ണൊട്ടിച്ച് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്, നീ കുഞ്ഞിനെ പറ്റാവുന്നത്ര സമയം സ്നേഹിച്ചോ. എസ് ഐ സാറെ, സി എസ് ആർ ഇല്ല ഇവിടെ ഉണ്ടല്ലോ എന്ന് പറയാണ്. ഞാൻ സി എസ് ആറിനെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് കിരൺ സി എയുടെ റൂമിലേക്ക് പോകുവാട്ടോ. അപ്പൊ സി എ കിരണ കാണുമ്പോ, ഇതാര് കിരണോ, വാടോ ഇരിക്കടോ എന്ന് പറയാണ്. സാറേ ഞാൻ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് വന്നതാ, മനോഹറിന്റെ കുഞ്ഞിനെ, അവനെ കാണിക്കാണ്ട് കുഞ്ഞിനെ കൊടുത്തിട്ടുണ്ട്. എന്ത് പറയാനാ ആ കുഞ്ഞിന്റെ ഒരു അവസ്ഥ, അതിന്റെ അമ്മയുടെ കാര്യം ഇങ്ങനെ, അച്ഛനാണെങ്കിൽ ഒരു ജയിൽ പുള്ളി, ആ കുഞ്ഞ് വളർന്ന് വലുതായി വരുമല്ലേ, ജയിൽ പുള്ളിയാണ് അച്ഛൻ എന്ന് പറയുമ്പോ എന്തൊരു അവസ്ഥയായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയേ. അതെ സാറേ, പക്ഷെ മനോഹർ സത്യം പറ ഞങ്ങൾക്ക് വേണ്ടിട്ടല്ലേ ആ ഒരു നല്ല കാര്യം ചെയ്തത്. സി എ പറയുന്നുണ്ട്, ശരിക്കും പറഞ്ഞാൽ അവനെ ഗംഗപ്രസാദിനെ കൊല്ലണമെന്നും ഉണ്ടായിരുന്നില്ല, അവൻ അവിടെ ഓഡിറ്റോറിയത്തിൽ വന്നത് തന്നെ ആ കുഞ്ഞിനെ കാണാൻ വേണ്ടി മാത്രമാണ്. പിന്നെയാണ് ഗംഗപ്രസാദ് വന്നത് കണ്ടപ്പോഴേക്കും നിങ്ങളുടെയൊക്കെ ജീവന ആപത്തല്ലേ ഗംഗപ്രസാദ് വെച്ചിട്ട് അവൻ കൊന്നു കളഞ്ഞത് എന്ന് പറയാണ്. കിരൺ പറയണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും ഇപ്പൊ അവനോട് ദേഷ്യമില്ല സാറേ എന്ന് പറയാണ്. സി എ പറയണ്ട്, ഇനിയിപ്പോ അവന്റെ കാര്യം കഷ്ടമാണ് എന്തൊക്കെ പറഞ്ഞാലും സാറേ, അവനപ്പോ ജയിലിന്റെ ശിക്ഷ കിട്ടോ? കിട്ടോടോ, ഇപ്പൊ ഓൾറെഡി 12 വർഷമാണല്ലോ, ഇനിയിപ്പോ ഗംഗപ്രസാദിനെ കൊന്നതുകൊണ്ട് 12 വർഷം കൂടി കൂടുതലാകും. അതായത് അവന്റെ നല്ലൊരു കാലം ജയിലിൽ കിടന്ന് തീർക്കേണ്ടി വരും. 10-65 വയസ്സാകുമ്പോഴേ അവൻ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ എന്നർത്ഥം എന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും കിരൺ ഇങ്ങനെ ആകെ ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറയുമ്പോഴേക്കും സി എ പറയണ്ട, എന്തൊക്കെ പറഞ്ഞാലും പരോളിൽ ഇറങ്ങിയ വേറൊരാള് കുത്തി എന്ന് പറഞ്ഞത് വലിയൊരു തെറ്റ് തന്നെയാണോ, അതിനൊരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല കോടതിക്ക്. കോടതി ഒരു ശിക്ഷ കൊടുക്കും അതിനെന്തായാലും എന്ന് പറയാണ്. പിന്നെ അവനെ ഞാൻ സംസാരിച്ചായിരുന്നു അവനായിട്ട്. അപ്പൊ അവൻ പറഞ്ഞത് അവൻ ഒരുപാട് പെമ്പിളരെ കരയിപ്പിച്ചിട്ടുണ്ടല്ലോ, അപ്പൊ അതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഈ ജയിൽ ശിക്ഷയൊന്നും ഒന്നും കുറവല്ല എന്നാണ് അവൻ തോന്നുന്നത്. ഇതൊക്കെ കുറച്ച് ഒട്ടും കൂടുതലല്ല എന്നാണ് അവൻ പറയണത് എന്ന് പറയുമ്പോഴേക്കും കിരൺ പറയണ്ട്, അത് ശരിയാ സാറേ, 10-60 പെമ്പിളരുടെ കണ്ണീരല്ലേ അവൻ കണ്ണീര് കാണാതെയല്ലേ അവൻ വീണ്ടും വീണ്ടും കല്യാണം കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ അവന്റെ സ്വഭാവത്തിൽ നല്ല മാറ്റമുണ്ട്. എടോ അത് തന്നെ പോലെ എനിക്ക് മനസ്സിലായി, പക്ഷെ ഒരു തരത്തിലും രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയാണ് അവന് എന്ന് സി എ പറയുന്നുട്ടോ. ശരി സാറേ, എങ്കിലും പോട്ടെ, ആരും അറിയാതെയാണ് കുഞ്ഞിനെ കൊണ്ടുവന്നത്. ഓ ശരി കിരണ, എന്നാ കാണാം എന്ന് പറയാണ്. നമ്മുടെ കിരൺ നേരെ അപ്പുറത്തേക്ക് പോയിട്ട് മനോഹരനോട് പറയണിടാ, കുഞ്ഞിനെ തരാവോ, ഞാൻ തിരിച്ചു കൊണ്ടുപോയിക്കട്ടെ, സരയുവിന് വല്ല സംശയം തോന്നി ഇങ്ങോട്ടേക്ക് വന്നാൽ അത് മതി, പറ്റുമ്പോഴേക്ക് ഞാൻ കുഞ്ഞിനെ കൊണ്ടുവരാം. ശരി സാറേ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ കൊടുക്കുകയാണ്. കിരൺ അവിടെ നിന്ന് ഇറങ്ങാൻ പോകുമ്പോഴേക്ക് സരയു വരുന്നത് കാണാം കേട്ടോ. കിരൺ അപ്പൊ തന്നെ വേഗം സ്റ്റേഷന്റെ ഉള്ളിലേക്ക് വീണ്ടും കയറാണ്. അപ്പൊ എസ് ഐ ചോദിക്കണ്ട, എന്ത് പറ്റിയിടോ? സാറേ അവള് വരുന്നുണ്ട്, മനോഹറിന്റെ ഭാര്യ സരയു കുഞ്ഞിനെ അന്വേഷിച്ചുള്ള വരവായിരിക്കും, അവൾക്ക് സംശയം തോന്നിക്കാണോ, ഞാൻ എവിടെയാ സാർ ഇത് പോയി ഒളിക്കാം, എടോ താൻ അപ്പുറത്ത് പോയി ഒളിച്ചോ എന്ന് പറയാടെ. അങ്ങനെ കിരണും കുഞ്ഞും കൂടി അപ്പുറത്തേക്ക് പോവാട്ടോ. സരയു നേരെ എസ് ഐന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. സാറേ ഇവിടെ കഴിയുന്ന മനോഹറിനെ എനിക്കൊന്ന് കാണാൻ പറ്റുമോ?
നീ അവന്റെ ഭാര്യയിലടി പെൺകൊച്ചെ. ആ അതെ സാറേ. ആ വാ പോയി കണ്ടോ എന്ന് പറയാണ്. അങ്ങനെ സരയു മനോഹരന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. മനോഹർ അപ്പ സരയു എന്ന് പറഞ്ഞിട്ട് അടുത്തേക്ക് വരാട്ടോ. മനോഹരന്റെ അടുത്ത് പറയണ്ട്, എന്താടാ നിനക്ക് ഇപ്പൊ നിനക്ക് നല്ല സുഖമാണല്ലോ അല്ലെ? സരയു, എനിക്കിപ്പോ ഒരു ദേഷ്യമില്ല സരയു ആർത്തും. ഇപ്പൊ പാപങ്ങൾ ചെയ്യണമെന്നുള്ള മനസ്സിൽ ഒരു വിചാരമില്ല. മിണ്ടിപ്പോരുന്നേ, ചെയ്തത് കൂട്ടിയൊക്കെ മറക്കുമെന്ന് വിചാരിച്ചോണ്ട് ഞങ്ങൾ എല്ലാവരും ഒരിക്കലും മറക്കില്ലടാ. നീ അത്ര നല്ലവനൊന്നല്ല. ഗംഗപ്പസനെ കൊന്നപ്പോ എല്ലാവർക്കും നിന്നോട് ചെറിയ സിമ്പതിയൊക്കെ കാണുമായിരിക്കും. പക്ഷെ നീയാ ചെയ്തത് നല്ല പ്രവൃത്തിയായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. അപ്പോഴും നിന്റെ സ്വാർത്ഥതയാണ് ഞാൻ നോക്കിക്കാണുന്നത്. അതിന് നീ അന്ന് കൊന്നിരുന്നെങ്കിൽ നീ അത് അപ്പൊ തന്നെ വിളിച്ചു പറയണമായിരുന്നു. അല്ലാതെ കിരണും രതീഷും വേലും ഒക്കെ ജയിലിൽ കിടന്ന് കോടതിയിൽ പോയി കഴിഞ്ഞപ്പോഴും നീ സത്യങ്ങളൊന്നും തുറന്നു പറഞ്ഞില്ലോ. അപ്പോഴും നിനക്ക് സ്വാർത്ഥത തന്നെയായിരുന്നു. അവര് ജയിലിൽ കിടന്നെങ്കിലും നീ ഒന്നും പറയുമായിരുന്നു സരിയോ. ഞാൻ അതിവിടുത്തെ CSRനോട് പറഞ്ഞതാണ്. അവര് ജയിലിൽ പോകുന്ന ഘട്ടം വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എല്ലാം തുറന്നു പറയായിരുന്നു എന്ന് പറയാണ്. നീ പറയുമായിരുന്നു, എനിക്ക് വിശ്വാസമില്ല. നീ പറയില്ലായിരുന്നു. നിന്റെ ഒരു സ്വാർത്ഥ സ്വഭാവോടാ. മുമ്പും നീ അങ്ങനെയായിരുന്നു, ഇപ്പോഴും നീ അങ്ങനെ തന്നെയാണ് എന്നിങ്ങനെ പറയാട്ടോ. ആ സമയത്ത് സരിയോ പറയണ്ടേ, നീ നോക്കിക്കോ, നിനക്ക് പരോൾ എങ്ങാനും കിട്ടിയിട്ട് പുറത്തു വരുവാണെങ്കിൽ നിന്റെ മരണം എന്റെ കൈ കൊണ്ടായിരിക്കോടാ എന്ന് പറയുമ്പോ അത് കേട്ടിട്ട് SA അവിടേക്ക് വരുന്നുണ്ട്. എടി പെൺകൊച്ചെ, നീ കൊലവിളി വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്, പോവിടുന്ന് എന്ന് പറയാണ്. അങ്ങനെ സരി നോക്കിക്കോടാ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.